എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയ വിദ്യാർത്ഥികൾക്കുള്ള പുതിയൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കാനുള്ള വിൻഡോ നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ വന്നിട്ടുണ്ട്. അത് നിലവിലെ അപേക്ഷ എഡിറ്റ് ചെയ്യാം, ഓപ്ഷനുകൾ മാറ്റാം എന്നിങ്ങനെ എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് ജൂലൈ മാസം 1 ഇന്ന് മുതൽ ജൂലൈ മാസം 5 വരെ നിങ്ങൾക്ക് ഇതിനുള്ള അവസരം ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള വിൻഡോ യൂണിവേഴ്സിറ്റി സൈറ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷിക്കാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കാം. നിങ്ങൾക്ക് പുതിയ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ജൂലൈ മാസം 7 പ്രസിദ്ധീകരിക്കാൻ പോകുന്ന തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ പുതിയൊരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ജൂലൈ മാസം 7 പ്രസിദ്ധീകരിക്കാൻ പോകുന്ന തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ പുതിയ അപേക്ഷ യൂണിവേഴ്സിറ്റി സൈറ്റിൽ വഴി നിങ്ങൾക്ക് പുതിയ അപേക്ഷ നൽകാൻ സാധിക്കും എന്നുള്ളത്. നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാം, ഓപ്ഷനുകൾ മാറ്റം വരുത്താം, എല്ലാത്തിനുമുള്ള അവസരമുണ്ടെന്നുള്ളത് ഓർത്തത്. പക്ഷേ ഇതിലൊരു മാനദണ്ഡമുണ്ട്. അത് അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുന്നതിനും ഒരു മാനദണ്ഡമുണ്ട്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അപേക്ഷ കൊടുത്തിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കാണ് എന്ത് ചെയ്യുന്നത്, ഓപ്ഷനുകൾ മാറ്റത്തിനുള്ള അവസരം തന്നെ. നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്ഷനുകൾ മാറ്റത്തിനും അവസരം ലഭിക്കുന്നത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് ഒരു കോളേജിലും ഒരു കോഴ്സിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തൊരു വിദ്യാർത്ഥിനികൾക്കാണ് ഇതിനുള്ള അവസരം ലഭിക്കുക. അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അഡ്മിഷൻ കിട്ടുകയും പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല, ഓപ്ഷനുകൾ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് പെർമനൻ്റ് ആയോ ടെമ്പററി ആയോ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാനോ ഓപ്ഷനുകൾ മാറ്റം വരുത്താനോ അനുവാദം ഉണ്ടാകുകയുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുത്തവർക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ അവസരം തരും. പക്ഷേ ഇപ്പോൾ എന്തില്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടുകയും പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് വരുത്താൻ സാധിക്കുന്നതല്ല, അതുപോലെ തന്നെ ഓപ്ഷനുകൾ മാറ്റം വരുത്താൻ സാധിക്കുന്നതല്ല എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, ഒരു കോളേജിലും ഒരു കോഴ്സിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാം, ഓപ്ഷനുകൾ മാറ്റത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് അവസരമുണ്ട്. ഓപ്ഷനുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ചില കോളേജുകൾ വേണ്ട, ചില കോഴ്സുകൾ വേണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എടുത്തു കളയാം. ചില കോളേജുകളും ചില കോഴ്സുകളും നിങ്ങൾക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അതിനുള്ള അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. പക്ഷേ ഒരു ക്രൈറ്റീരിയയും കൂടി ഉണ്ട്, നിങ്ങൾ 200 രൂപ കറക്ഷൻ ഫീ അടക്കണം. അത് അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനും അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനും ഓപ്ഷനുകൾ മാറ്റം വരുത്തുന്നതിനും നിങ്ങൾ എന്ത് ചെയ്യണം, 200 രൂപ കറക്ഷൻ ഫീ അടക്കണം. അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനോ ഓപ്ഷനുകൾ മാറ്റത്തിനോ 200 രൂപ കറക്ഷൻ ഫീ അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇതുവരെ ഞാൻ പ്രധാനമായും പറയാൻ ശ്രമിച്ച കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ അപേക്ഷ സമർപ്പിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നു, പക്ഷേ അപേക്ഷിച്ചില്ല. ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അപേക്ഷിച്ചില്ല, പക്ഷേ ഡിഗ്രി വേണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. അതുപോലെ തന്നെ അപേക്ഷ എഡിറ്റ് ചെയ്യാം, ഓപ്ഷൻ മാറ്റുന്നതിന് എല്ലാ അവസരമുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എന്നോട് ഒരു വിദ്യാർത്ഥി മാത്രമല്ല പലരും പേഴ്സണലായിട്ട് പറഞ്ഞാൽ സാർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി ആഗ്രഹിക്കുന്നു, പക്ഷേ അപേക്ഷിച്ചില്ല, അവസരം ലഭിക്കുമോ? ജൂലൈ മാസം 1 ഇന്ന് മുതൽ ജൂലൈ മാസം 5 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാം, ഓപ്ഷനുകൾ മാറ്റാം, 200 രൂപ കറക്ഷൻ ഫീ അടയ്ക്കുകയും വേണം. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒരു കോളേജിലും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇപ്പോൾ ഇതിനുള്ള അവസരമുള്ളൂ. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ പ്രവേശനം ലഭിക്കുകയും പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകൾ മാറ്റത്തിനും
അലോട്ട്മെൻറ്റ് എഡിറ്റ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്പോട്ട് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അവസരം നൽകുന്നതാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ പുതിയ കാണുന്ന മൈ നെയിം ഈസ് കർദ, ഫൗണ്ടർ ഓഫ് സ്ക്രിപ്റ്റ് ഫോർ ദ കരിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.